വെള്ളിയാഴ്ച പള്ളിക്ക് പോയാലോ ഒന്നാവായോ? എല്ലാ വർഷവും പോലെ ഈ പ്രാവശ്യം ഒറ്റയ്ക്കുന്നല്ലേ, കൂട്ടുകാരും ഉണ്ടിട്ടോ കൂടെ. അപ്പോഴാണ് അത് ഞാൻ കണ്ടത്. നമുക്ക് ബസ് കയറിട്ടോ പള്ളിക്ക് പോവാന്. അതുകൊണ്ട് നമ്മള് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. നേരെ നോക്കുമ്പോ ആ ബസ് വന്നു. പിന്നെ നമ്മള് ബസ്സിൽ കയറി ഇരുന്നിട്ടാ. ഒരാൾക്ക് നമുക്ക് അന്ന് 6 ഉറുപ്പ്യാണ്, എല്ലാവരും കൂടെ 18 ഉറുപ്പ്യ. അങ്ങനെ നല്ലൊരു വണ്ടർലയിൽ റൈഡ് കറങ്ങിയ പോലെ നമ്മള് നേരെ പള്ളിക്ക് എത്തിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ റബ്ബി എന്ന് പറഞ്ഞ ചെരുപ്പ് പോയി എന്ന് പറഞ്ഞ ഓടി വന്നു. എന്തായാലും പടച്ചോ നമ്മളെ കാത്ത്. ചെരുപ്പ് അവിടെ തന്നെ കിട്ടിയിട്ട് നമുക്ക് സമയം നോക്കുമ്പോൾ 2 മണിയായി. ഇനി എന്തായാലും ഹോസ്റ്റലിൽ പോയി നമുക്ക് ഒന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു കട കണ്ടുപിടിക്കുക. ഏതൊക്കെയോ തെരുവിൽ കൂടെ എവിടേക്കൊക്കെയോ പോയി. അപ്പോഴാണ് അത്ഭുതം ഞാൻ കാണുന്നത്. ഈ ഊതാമുട്ടിൽ ബാഡ്മിന്റൺ കോട്ടി എനിക്ക് ഹോട്ടലിലേക്ക് മുമ്പിലേക്ക് ചെല്ലേണ്ട താമസം. എല്ലാം ഇരിക്കുന്ന കേരള വണ്ടികൾ. നേരെ നോക്കുമ്പോൾ കേരള കഫേ അടിപൊളി. പിന്നെ എവിടെ കയറിയാലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഷോ നമുക്ക് ഹോസ്റ്റലിൽ. നല്ല വിഷന്നിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ എന്തൊരു കേരള കഫേന്ന് ഫുഡും കഴിച്ചാൽ നല്ല മുട്ട ആംബിയൻസോട് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ട് എൻ്റെ മക്കളെ. എന്തായാലും നമ്മൾ വന്നത് ബിരിയാണി കഴിക്കാനാണ്. എന്നാലും നമ്മൾ മെനു കാർഡൊക്കെ നോക്കണമല്ലോ. ബിരിയാണി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സലാഡും കൂടെ ഒഴിച്ചിട്ട് ഇറച്ചിയുടെ ഒരു പീസും കൂടെ എടുത്ത് കഴിക്കുമ്പോ പിന്നെ നമ്മൾ വയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചാമ്പയുടെ സാധനം വാങ്ങിച്ചിട്ടില്ല. ചാമ്പ അവസാനം ബില്ല് കണ്ടിന് ഏറ്റവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരാൾക്ക് വന്നത് 150 ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഐക്കോണിക് ബായും പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയേട്ടാ. ബസ്സിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സ്ഥലവും കിട്ടി. അപ്പം മറക്കണ്ട, ബാക്കി നാളെ.